നീങ്ങു പോന്ന അവിടെ ആരാ വേദരെടുത്ത്? അവിടെ ഡോക്ടറും നഴ്സുമാരൊക്കെ ഇല്ലേ? നീ എന്തെങ്ങനെ കണ്ണിച്ചോറല്ല സംസാരിക്കുന്നേ? വേദ അവിടെ തലയും വാലും ഇല്ലാതെ കിടക്കുമ്പോ നിനക്കെങ്ങനെ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നേ? വേദയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് വെച്ച് മരിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുന്നീലേ. ഇവളുടെ പരവേശം കണ്ടാ തോന്നും വേദ ഇവളുടെ സ്വന്തം ചേച്ചിയാണെന്ന്. വേദയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത ടെൻഷനാ ഇവൾക്ക്. അത് പിന്നെ ഇല്ലാതിരിക്കോ? എന്റെ ഫ്രണ്ടാ വേദ. മനസ്സുകൊണ്ട് നീലിന്റെ ഭാര്യ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചവള് ആ വേദയാ ഇപ്പൊ ഇവൻ കാരണം മനസ്സിന്റെ സമനില തെറ്റി കിടക്കുന്നത്. വേദ ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. നീലിനെ സ്നേഹിച്ചു. ഇവൻ കൊടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചു. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്കാ സങ്കടം താങ്ങാൻ പറ്റാതെ വരുമ്പോ ഭ്രാന്ത് വരിക. ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടായിരിക്കും നിനക്കത് വരാത്തത്. ചുമ്മാ തമാശക്കല്ലേ നീ? തിരിച്ചു വന്നത് ഒട്ടും ശരിയായില്ല. ഇന്ന് രാത്രി കൂടെ ഉണ്ടാവണമെന്ന് വേദ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ? നിനക്ക് കേൾക്കായിരുന്നു. തെറ്റായിപ്പോയി. നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ക്രൂരിയാ നീ. ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. വേദ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇവിടെ ഇരുന്ന് ആരും സൂഹിക്കണ്ട. അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. അറിയാലോ അവളുടെ സ്വഭാവം. അല്ല, ഇനി ആരെന്തു പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. വേദയ്ക്ക് അസുഖം വന്ന സ്ഥിതിക്ക് ആ അധ്യായം അവസാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എനിക്കറിയില്ല ഗിരി, ഒന്നും എനിക്കറിയില്ല.